ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുക, അതായത് അതിന്റെ സോഴ്സസ് എവിടെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് സർവേസ് ആണുള്ളത്. രണ്ട് കാര്യങ്ങളാണ്. സർവേസിന്റെ സോഴ്സസ് എവിടെ നിന്നാണ് നമ്മൾ, ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മൾ സർവേ ചെയ്യുക, അതുപോലെ തന്നെ സർവേസിന്റെ ടൈപ്സ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ സർവേസ് ക്യാൻ കളക്ട് ദ ഡാറ്റ, അത് നമ്മൾ സോഴ്സസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മൾ സർവേ ചെയ്യുക മെയിൻ ആയിട്ട് എന്നുള്ളതാ പറയുന്നത്. അപ്പൊ ആദ്യത്തത് അറ്റ് ദ ഹോം. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്നത് ആദ്യം വീടുകളിൽ നിന്നാണ്. When collected at the home, the data can be wide ranging and can cover all the trips made during a given period. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സർവേ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സർവേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. അതായത് ആ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതും ആ വീട്ടിലേക്ക് വരുന്നതുമായിട്ടുള്ള എല്ലാ ട്രിപ്സിന്റെ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. എങ്ങനെ പോകുന്നു, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു, അവിടെയുള്ള ആളുകൾ, അവിടെ ഏജ് ഗ്രൂപ്പ്, അവരുടെയൊക്കെ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ആ വീട് എത്ര ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, ഏത് മോഡ് യൂസ് ചെയ്യുന്നു, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വീടുകളിൽ നിന്ന് സർവേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് വൈഡ് ആയിട്ടുള്ള റേഞ്ച്, അതായത് ഒരുപാട് ഏരിയ കവർ ചെയ്യും നമ്മൾ വീട്ടിൽ നിന്ന് സർവേ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രമാത്രം ട്രിപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ഈസി ആയിട്ട് വീടുകളിൽ നിന്ന് സർവേ ചെയ്യുമ്പോൾ കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തെ, ഡ്യൂറിങ് ദ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഒരു റോഡ് സൈഡിലോ അല്ലെങ്കിൽ ജംഗ്ഷനിലോ ഒക്കെ പോയി നിന്ന് അതിലെ പോകുന്ന വാഹനങ്ങൾ നിർത്തി നമ്മൾ സർവേ ചെയ്യുന്നതാണ് ഡ്യൂറിങ് ദ ട്രിപ്പ്. ഓക്കെ, യാത്രയെ മധ്യേ നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. Okay, the data collected during the trip is necessarily of limited scope since the procedure is data only on that particular trip intercepted. അപ്പം നമ്മൾ വാഹനം തടഞ്ഞു നിർത്തിയ അല്ലെങ്കിൽ അവരുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇതുപോലെ ട്രിപ്പിന്റെ സമയത്ത് സർവേ ചെയ്യുമ്പോൾ അവര് ആ ഒരു പർട്ടിക്കുലർ ട്രിപ്പിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആ യാത്ര ചെയ്യുന്നത് എങ്ങോട്ടാണ്, എവിടെയാണ് ഡെസ്റ്റിനേഷൻ, എവിടുന്ന് വരുന്നു, അതുപോലെയുള്ള ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഡ്യൂറിങ് ദ ട്രിപ്പ് കിട്ടുള്ളൂ. ഓക്കെ, വീട്ടിൽ നിന്ന് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എന്നാൽ ട്രിപ്പിന്റെ മധ്യേ നമ്മൾ ചോദിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ട്രിപ്പിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ഇനി അടുത്തത് ചെയ്യുന്നത് അറ്റ് ദ ഡെസ്റ്റിനേഷൻ എൻഡ് ഓഫ് ദ ട്രിപ്പ്, അതായത് എവിടെയാണോ ആ ട്രിപ്പ് അവസാനിക്കുന്നത് അപ്പൊ അവിടെ നടത്തുന്ന സർവേ. അപ്പൊ മെയിൻ ആയിട്ട് ഈ രീതിയിലുള്ള സർവേ പാർക്കിംഗ് ഫെസിലിറ്റീസിന്റെ ആവശ്യകത, അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന ആ സ്ഥലവുമായിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് ഇപ്പം ഫാക്ടറീസ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഓഫീസസ് ആയിരിക്കും, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഡെസ്റ്റിനേഷന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡെസ്റ്റിനേഷൻ എൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. Okay, at the destination ends, the direct interview types of surveys provide data on demand of parking facilities. അപ്പം ഡീറ്റെയിൽസ് ഓഫ് അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഫെസിലിറ്റീസിന്റെ ഡിമാൻഡ് എത്രമാത്രം ഉണ്ട്, ഓക്കെ, അതിന്റെ ആവശ്യം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ എത്ര പാർക്കിങ്ങിന്റെ സ്പേസ് അവിടെ ആവശ്യമാണ്, എത്ര വാഹനങ്ങൾ അവിടെ വരുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ഡേയിൽ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ എൻഡ്സിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡെസ്റ്റിനേഷൻ എൻഡിലെ സർവേസിൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഡെസ്റ്റിനേഷൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഫാക്ടറീസ് ആണെങ്കിൽ, ഓഫീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ആ ഒരു ഏരിയന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ഷൻ കിട്ടും. ഓക്കെ, അപ്പം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് സർവേസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സർവേ ചെയ്യുന്ന ഏതൊക്കെ സ്ഥലങ്ങളിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഒന്ന് അറ്റ് ഹോം, പിന്നെ ഡ്യൂറിങ് ദ ട്രിപ്പ് ആൻഡ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ എൻഡ് ഓഫ് ദ ട്രിപ്പ്. ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് സർവേസിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് വീടുകളിൽ നിന്ന് സർവേ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സർവേസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു, അല്ലെങ്കിൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നുള്ളത് പഠിച്ചു. ഇനി ഏതൊക്കെ ടൈപ്പ് സർവേസ് ആണ് ഉള്ളത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ആർ സം ഓഫ് ദ സർവേസ് ദാറ്റ് ആർ യൂഷ്വലി ക്യാരിഡ് ഔട്ട്. സാധാരണയായിട്ട് നടത്തപ്പെടാറുള്ള സർവേസ് ആണിത്. 1 ഹോം ഇന്റർവ്യൂ സർവേസ്, 2 കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സർവേസ്, 3 ടാക്സി സർവേസ്, 4th one roadside interview surveys, 5th one postcard questionnaire surveys, 6th registration number surveys, 7th one tax surveys,
ആൻഡ് 8th വൺ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ്. അപ്പോൾ മെയിൻ ആയിട്ട് 8 ടൈപ്പ് ഓഫ് സർവീസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒക്കെ പേരിൽ നിന്ന് തന്നെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് അതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ഓരോ സർവീസിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ, ഹോം ഇന്റർവ്യൂ സർവീസ്. അപ്പം വീടുകളിൽ നിന്ന് സർവേ ചെയ്യുന്നത്. ഓക്കെ, ഒരു സോഴ്സ് ഹോം ആണല്ലോ. നമ്മൾ സർവേസ് അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്ന വീടുകളാണല്ലോ. അപ്പം വീടുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള സർവേസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുക, ഓക്കെ, അതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പഠിക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ടൈപ്പ് ഓഫ് സർവേ ഫോർ കളക്ടിങ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഡാറ്റ. അപ്പം ഏറ്റവും നമുക്ക് ആശ്രയിക്കാവുന്നതും ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാവുന്നതുമായിട്ടുള്ള സർവേ ആണ് ഹോം ഇന്റർവ്യൂ സർവേ. ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഒറിജിൻ വീടാണ് അല്ലെ, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എവിടേക്കാണ് ആ ഒരു പർട്ടിക്കുലർ വീടിന്ന് പോകുന്നത്, യാത്രകൾ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ അകത്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ട്രാവൽ പാറ്റേൺ ആൻഡ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൗസ് ഹോൾഡ് ഇൻഫ്ലുവൻസിംഗ് ട്രിപ്പ് മേക്കിംഗ്. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ പാറ്റേണെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ ആ ഒരു ഹൗസ് ഹോൾഡിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, എങ്ങനെയൊക്കെയാണ് ട്രിപ്പ് അവിടെ മേക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്, ഓക്കെ, അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ആളുകളുടെ ഏജ് ഗ്രൂപ്പ്, അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ട്രാവൽ പാറ്റേണിൽ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളും ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ്സ് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ അവിടെ എത്ര ഡ്വെല്ലിംഗ് യൂണിറ്റ് ഉണ്ട്, സിംഗിൾ ഫാമിലി ആണോ, മൾട്ടിപ്പിൾ ഫാമിലീസ് ഉണ്ടോ, അതിലിപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ ഫാമിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫാമിലി താമസിക്കുന്ന വീടാവാം, ഒരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സിംഗിൾ പ്ലോട്ട് ആണെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ആവാം, അത് പല രീതിയിലാവാം. ഓക്കെ, അപ്പം എത്ര ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ആ ഒരു പർട്ടിക്കുലർ അപ്പാർട്ട്മെന്റിലുണ്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ സോണിലുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ എത്ര ഡ്വെല്ലിംഗ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ഏജ്, ഓക്കെ, അവരുടെ ജെൻഡർ, അതുപോലെ തന്നെ വെഹിക്കിൾ ഓണർഷിപ്പ്, അതിൽ ആരൊക്കെ വെഹിക്കിൾസ് ഓൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആർക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അതായത് എത്ര ഡ്രൈവേഴ്സ് ആ വീട്ടിലുണ്ട്, ഓക്കെ, ഡ്രൈവ് ചെയ്യാൻ പ്രായമായിട്ടുള്ളതും ഡ്രൈവ് ചെയ്യുന്നതുമായിട്ടുള്ള എത്ര പേരുണ്ട്, അതുപോലെ ഫാമിലി ഇൻകം നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഹൗസ് ഹോൾഡിന്റെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ്. അപ്പൊ ഇൻകം ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രിപ്പ് ജനറേഷന്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ട്രിപ്പ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഫാമിലി ഇൻകം ആണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ കാർ ഓണർഷിപ്പ് ഒക്കെയാണ്. അപ്പം ആ ഒരു ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രിപ്പിന്റെ ജനറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയും കൂടും. ഓക്കെ, അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എത്രമാത്രം ട്രിപ്പ് ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആ ട്രിപ്സിന്റെ നമ്പേഴ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഹൗസ് ഹോൾഡ് സർവേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൗസ് ഇന്റർവ്യൂ സർവേസ് ചെയ്യുമ്പോൾ. അതുപോലെ ട്രാവൽ പാറ്റേൺ, ഇപ്പൊ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആ പറഞ്ഞത്. ഇനി ട്രാവൽ പാറ്റേൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്പർ ഓഫ് ട്രിപ്സ് മെയ്ഡ്, എത്ര ട്രിപ്സ് ആ വീട്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഡയറക്ട്ലി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ അതിന്റെ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ, ഒറിജിൻ ഒബ്വിയസ്ലി ആ വീട് തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ, അതുപോലെ തന്നെ അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവര് എവിടെയാണ്, ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഷോപ്പിംഗ് പോയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ഒറിജിൻ അവിടെ ഓഫീസായി മാറും. അതുപോലെ എത്ര ആ ഹൗസ് ഹോൾഡിലുള്ള ആളുകൾ എവിടുന്ന് എവിടേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ട്രാവൽ പാറ്റേൺ ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ പേർപ്പസ് ഓഫ് ട്രിപ്പ്, എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്, ഏത് മോഡ് യൂസ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് പുറപ്പെടുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് ആ സ്റ്റേഷനിൽ അറൈവ് ചെയ്യുന്നത്, ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്, എല്ലാ ഡീറ്റെയിൽസും ട്രാവൽ പാറ്റേൺ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ആ ഡീറ്റെയിൽസ് എല്ലാം. ഓക്കെ, എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, അതിന്റെ പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു, ഏത് ടൈമിൽ യാത്ര ചെയ്യുന്നു, എത്ര ടൈം എടുത്തിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്, ആ കാര്യങ്ങളെല്ലാം ട്രാവൽ പാറ്റേൺ ക്യാരക്ടറിസ്റ്റിക്സിൽ നോക്കും. അതുപോലെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, എത്ര നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്, അതുപോലെ അവിടെയുള്ള ഏജ്, സെക്സ്, വെഹിക്കിൾ ഓണർഷിപ്പ്, നമ്പർ ഓഫ് ഡ്രൈവേഴ്സ്, ഫാമിലി ഇൻകം, എല്ലാ ഡീറ്റെയിൽസും ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരും. ഇനി ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ആൻഡ് അൺനെസസറി ടു ഇന്റർവ്യൂ ഓൾ ദ റെസിഡൻസ് ഓഫ് സ്റ്റഡി ഏരിയ. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു സ്റ്റഡി ഏരിയ ഉണ്ടെങ്കിൽ, നമ്മളിപ്പം സ്റ്റഡി ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ഇപ്പൊ നമ്മൾ ബോർഡർ ലൈൻസ് ഒക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ സ്റ്റഡി ഏരിയയിലുള്ള മുഴുവൻ വീടുകളും കയറി ഇന്റർവ്യൂ ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും അല്ലെ, സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ സോൺ നമ്മൾ തിരിക്കുന്നതിലുള്ള ഒരു പ്രത്യേകത സിമിലർ ആയിട്ടുള്ളതിനെ ഒരു സോൺ ആക്കി തിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ ആ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഏകദേശം അവിടെയുള്ള ആളുകളൊക്കെ ഫാമിലീസ് ആയിട്ടായിരിക്കും താമസിക്കുന്നത്. അവരുടെ വീടുകളിൽ പ്രായമായവര്, കുട്ടികള്, അതുപോലെ ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഒരു പക്ഷേ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഏകദേശം സിമിലർ തന്നെ ആയിരിക്കും മറ്റുള്ള വീടുകളുമായിട്ടും. അപ്പൊ അവർ മേക്ക് ചെയ്യുന്ന ട്രിപ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും അവിടെയുള്ള വീടുകളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാ വീടുകളും കയറി നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, സർവേസ് ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ആ ഒരു പോപ്പുലേഷനെ നമ്മൾ ചെറുതാക്കും അല്ലെ, അതായത് സാമ്പിളിംഗ് ചെയ്യും. സാമ്പിളിംഗ് ചെയ്തിട്ട് ആ ഒരു പോപ്പുലേഷൻ, ഒരു സാമ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർവേ ചെയ്യുന്നത്. ഒരു സാമ്പിൾ ആക്കിയിട്ട്, അതായത് ടോട്ടൽ പോപ്പുലേഷന്റെ ഇത്ര നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ ഇത്ര പെർസെന്റേജ് ആയിരിക്കും. അപ്പൊ അതുപോലെ നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് ആ സാമ്പിളിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ ഇന്റർവ്യൂ ചെയ്തിട്ട് ബാക്കി ഫുൾ ആ ഒരു സോണിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ സാമ്പിളിൽ നിന്ന് തന്നെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം ബാക്കിയുള്ള വീടുകളിലും സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ ഈ സാമ്പിളിംഗ് സൈസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഹൗസ് ഹോൾഡ് സർവേസിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അവിടെയുള്ള ഏരിയയുടെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ടോട്ടൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് എത്ര സാമ്പിൾ വേണം, ഓക്കെ, അവിടെ റെക്കമെൻഡഡ് ആയിട്ടുള്ള സാമ്പിൾ, മിനിമം സാമ്പിളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇതാണ് ഹോം ഇന്റർവ്യൂ സർവേസിൽ വരുന്നത്. മെയിൻ ആയിട്ട് ട്രാവൽ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുന്ന, ഒരു വീട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവേ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ട്രാവൽ പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ ആ വീടിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ആരൊക്കെയാണ് ആ വീട്ടിലുള്ളത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ട്, ഏത് ജെൻഡറിലുള്ള ആളുകളാണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ കളക്ട് ചെയ്യാണ് ഹോം ഇന്റർവ്യൂ സർവീസിൽ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സർവേ. കൊമേഴ്ഷ്യൽ പേർപ്പസിന് വേണ്ടി ഗുഡ്സ് എല്ലാം ക്യാരി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന വെഹിക്കിൾസിന്റെ സർവേ. ഓക്കെ, അതെങ്ങനെ കണ്ടക്ട് ചെയ്യും, എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിലുണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ് നോക്കുന്നത്. ദിസ് ഈസ് കണ്ടക്ടഡ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഓൺ ജേർണീസ് മെയ്ഡ് ബൈ ഓൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് വിത്തിൻ ദ സ്റ്റഡി ഏരിയ. അപ്പൊ ആ ഒരു സ്റ്റഡി ഏരിയയിലുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ഓക്കെ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനുള്ള എല്ലാ ജേർണിയുടെ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവർ ഒരു സ്ഥലത്തു നിന്ന് ഒരു സാധനം കയറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടേ ഇറക്കും അല്ലെ, അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദ അഡ്രസ്സസ് ഓഫ് ദ വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ആൻഡ് ദേ ആർ കോൺടാക്റ്റഡ് ഫോർ ക്വസ്റ്റ്യനിങ്. അപ്പൊ ഒരു രീതി ഈ വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സിന്റെ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട്, ഓക്കെ, അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന രീതിയാണ്. രണ്ടാമതായിട്ട് ഫോംസ് ആർ ഇഷ്യൂഡ് ടു ദ ഡ്രൈവേഴ്സ് വിത്ത് എ റിക്വസ്റ്റ് ദാറ്റ് ദേ റെക്കോർഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഓൾ ദ ട്രിപ്സ് ദേ വുഡ് മേക്ക്. അപ്പൊ അവർക്ക് ഡ്രൈവേഴ്സിന് ആദ്യമേ തന്നെ ഫോംസ് ഇഷ്യൂ ചെയ്യും. അതായത് അവർ ഓരോ ട്രിപ്സ് പുറപ്പെടുന്നതിന് മുമ്പ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്യും. അതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്യുന്ന രീതിയിൽ ഫോംസ് ഇഷ്യൂ ചെയ്യും. അവരൊരു ദിവസം മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡിൽ മേക്ക് ചെയ്യുന്ന എല്ലാ ട്രിപ്സിന്റെ ഡീറ്റെയിൽസും അവർ അതിൻ്റെ അകത്ത് ഫോംസിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യണം. അത് പിന്നീട് വന്ന് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഒന്ന്, ആ വെഹിക്കിൾ ഓപ്പറേറ്റേഴ്സിന്റെ അഡ്രസ്സ് കളക്ട് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെടുത്ത് പോയി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. രണ്ടാമത് ഫോംസ് കൊടുക്കും, അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും അവർ ഫിൽ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സർവേന്റെ ആ ഒരു ഫോം ഉള്ളതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ടാക്സി സർവേസും കൂടി എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. This survey consists of issuing questionnaires or log sheets to the taxi drivers and requesting them to complete the same. അപ്പം ഈ ഒരു ടാക്സി സർവീസിന്റെ അകത്ത്, അതായത് മെയിൻ ആയിട്ട് ഒരു ടൗൺ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ടാക്സീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൂടുതലാണ്. അപ്പം ടാക്സി ഡ്രൈവേഴ്സ് ഓരോ ട്രിപ്പ് അവർ പോകുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അവർക്ക് ലോഗ് ഷീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോം പോലെയായിട്ട് അവർക്ക് കൊടുക്കും. അവരത് ഫില്ല് ചെയ്ത് വെക്കണം. ഓരോ ട്രിപ്പ് അവർ പോകുമ്പോഴും ഒരു പർട്ടിക്കുലർ ഒറിജിൻ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴും അതിന്റെ ഡീറ്റെയിൽസ് അവർ ഫില്ല് ചെയ്തിട്ട് വെക്കും. അത് പിന്നീട് വന്ന് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ടാക്സി സർവീസിൽ ചെയ്യുന്നത്. അപ്പം ഇതാണ് അതിൽ വരുന്ന ഫോംസ്. ആദ്യത്തത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സർവേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോം ആണ്. അപ്പൊ അതിനകത്ത് വെഹിക്കിൾ ടൈപ്പ് ഉണ്ട്, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ഓണറിന്റെ നെയിം ആൻഡ് അഡ്രസ്, ഡേറ്റ്, ഏത് ദിവസത്തെയാണ് എന്നുള്ളതും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ്, അതായത് ഇപ്പം മൺഡേ, ട്യൂസ്ഡേ, അതുപോലെ ഡേ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പം നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ എല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ്, അതായത് ആദ്യത്തെ ട്രിപ്പ്, അതിന്റെ ഒറിജിൻ എവിടെ നിന്ന്, അതുപോലെ ഡെസ്റ്റിനേഷൻ എവിടേക്ക് പോകുന്നു,
അതുപോലെ എപ്പോഴാണ് തുടങ്ങുന്നത്, ഒറിജിൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് ഡെസ്റ്റിനേഷനിലെത്തി കംപ്ലീറ്റ് ചെയ്തത്, ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ക്യാരി ചെയ്തത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണോ, ഇപ്പം ഫൈൻ അഗ്രിഗേറ്റ് ആണോ, പോസ്റ്റ് അഗ്രിഗേറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ ഫർണിച്ചേഴ്സ് ആണോ, അതായത് എന്ത് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ എന്ത് ഗുഡ്സ് ആണ് ക്യാരി ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസും ഈ ഒരു രീതിയിലുള്ള ഫോമിൻ്റെ അകത്ത് അവർ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സർവേയിലുള്ള ഡാറ്റാ ഷീറ്റ്. അതുപോലെ ടാക്സി സർവേസിലുള്ള ഡാറ്റാ ഷീറ്റും സിമിലർ ആണ്. അതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് കൊമേഴ്ഷ്യൽ സർവേയിൽ നമ്മൾ കളക്ട് ചെയ്തതെങ്കിൽ ഇതിൽ ടൈപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ക്യാരിഡ് ആണ്, ഏത് ടൈപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ആണ്. ഓക്കെ, ചിലപ്പോൾ അത് ഫാമിലീസ് ആവാം, സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളാവാം. അതായത് ഏത് ടൈപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ആണ്, ഇപ്പൊ ടൂറിസ്റ്റുകളാവാം. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പാസഞ്ചേഴ്സിനെയാണ് ക്യാരി ചെയ്തിട്ടുള്ളത് എന്ന ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെയാ യാത്ര അവസാനിച്ചു, ടൈം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് എപ്പോൾ അവസാനിച്ചു, ആ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ മുന്നേ നമ്മൾ കളക്ട് ചെയ്ത പോലെ തന്നെ വെഹിക്കിളിന്റെ ടൈപ്പ്, കാറാണെങ്കിൽ കാറ്, അപ്പൊ ഏത് ടൈപ്പ് ആണെന്നുള്ളത്, അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ വണ്ടിയുടെ, അതുപോലെ അഡ്രസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓണർ, ഡേറ്റ്, ഈ ഡീറ്റെയിൽസും അതിൻ്റെ ഒപ്പം ടാക്സിയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകളുടെയും, അതായത് ഏത് ടൈപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ആണെന്നുള്ളതും, അതുപോലെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എവിടെ അവസാനിച്ചു, അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ആ ഒരു ഷീറ്റിലുണ്ടാവും. നെക്സ്റ്റ് വൺ, റോഡ് സൈഡ് ഇന്റർവ്യൂ സർവേ. അപ്പൊ റോഡ് സൈഡിൽ നിന്നിട്ട് ഇന്റർവ്യൂ നടത്തുന്ന സർവേ ആണ് അടുത്ത ടൈപ്പ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ മുന്നേ അതിനെപ്പറ്റി ജസ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ. അതായത് റോഡ് സൈഡിൽ നിന്ന് ഇതിലേ പോകുന്ന വാഹനങ്ങളെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂ നടത്താനായിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ, അതിനുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ എങ്ങനെയാ അത് നടത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ക്യാരിങ് സ്ക്രീൻ ലൈൻ ഓർ കോഡൺ ലൈൻ സർവേ. അപ്പം നമ്മൾ സ്ക്രീൻ ലൈൻ സർവേ, കോഡൺ ലൈൻ സർവേ എന്താണെന്നുള്ളത് മുന്നേ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അതായത് കോഡൺ ലൈനിൽ അലോങ് ആയിട്ടുള്ള സർവേ ആണ് കോഡൺ ലൈൻ സർവേ, അതുപോലെ സ്ക്രീൻ ലൈനിൽ അലോങ് ആയിട്ടുള്ള സർവേ ആണ് സ്ക്രീൻ ലൈൻ സർവേ. അപ്പൊ കോഡൺ ലൈൻ എന്താ, നമ്മൾ ബൗണ്ടറി സെപ്പറേറ്റ് ചെയ്യുന്ന, ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടെങ്കിൽ ആ സ്റ്റഡി ഏരിയസിന്റെ ബൗണ്ടറിനെ കാണിക്കുന്ന ലൈനാണ് കോഡോൺ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കോഡോൺ ലൈൻസിലൂടെ ഹൈവേസ് കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ആ കോഡോൺ ലൈൻ ഹൈവേ കട്ട് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനിലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യാം. നമ്മൾ മുന്നേ കോഡോൺ ലൈനിനെ കുറിച്ച് പഠിച്ച സമയത്ത് ഈ കോഡോൺ ലൈൻ ഹൈവേസിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ആ കട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിനനുസരിച്ചിട്ടാണ് സ്റ്റഡി ഏരിയ നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു ജംഗ്ഷനിൽ സർവേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ലൈൻ അലോങ് ആയിട്ടും സർവേ ചെയ്യും. അതായത് സ്ക്രീൻ ലൈൻസ് പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള ഇപ്പം റിവറോ കനാലോ അതുപോലെ റെയിൽവേ ലൈനോ ഒക്കെയാണ് സ്ക്രീൻ ലൈനിന്റെ ബൗണ്ടറീസ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ സ്ക്രീൻ ലൈൻ കവർ ചെയ്ത് വരുന്ന ആ ഒരു ഏരിയന്ന് ഹൈവേ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ജംഗ്ഷനിലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഈ സ്ക്രീൻ ലൈൻ സർവീസ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും പോയിന്റ് സ്ക്രീൻ ലൈനിലോ അല്ലെങ്കിൽ കോഡോൺ ലൈനോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നതാണ് റോഡ് സൈഡ് ഇന്റർവ്യൂ സർവേ. അപ്പൊ ഇതിന്റെ അകത്ത് റോഡ് സൈഡ് ഇന്റർവ്യൂ സർവേ ക്യാൻ ബി ഡൺ either by interviewing directly the drivers of the vehicle. അപ്പം നേരിട്ട് അവർ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാറുണ്ട്. അതായത് സർവേ പോയിന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, മുന്നേ പറഞ്ഞ പോലെ കോഡോൺ ലൈനിലോ അല്ലെങ്കിൽ സ്ക്രീൻ ലൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സർവേ ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലോ നമ്മൾ സർവേ പോയിന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ വാഹനങ്ങൾ നിർത്തിച്ചിട്ട് അവരോട് ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ആവശ്യമായിട്ടുള്ളത് അത് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. രണ്ടാമതായിട്ട് ഓർ ബൈ ഇഷ്യൂയിങ് പ്രീപെയ്ഡ് പോസ്റ്റ് കാർഡ്സ് കണ്ടെയ്നിങ് ദ ക്വസ്റ്റ്യനെയർ ടു ഓൾ ഓർ എ സാമ്പിൾ ഓഫ് ഡ്രൈവേഴ്സ്. അപ്പം ഒരു പ്രീപെയ്ഡ് പോസ്റ്റ് കാർഡ്, അതായത് ഓൾറെഡി അത് പെയ്ഡ് ആയിരിക്കും, സ്റ്റാമ്പൊക്കെ ഒട്ടിച്ചതായിരിക്കും, അവരത് ഫില്ല് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് ഫില്ല് ചെയ്തിട്ട് അവർ ജസ്റ്റ് പോസ്റ്റലായിട്ട് അയച്ചാൽ മാത്രം മതി, വേറെ എമൗണ്ട് ഒന്നും അവർ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പൊ ഈ രണ്ട് രീതികൾ, ഒന്ന് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ പോസ്റ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം നഷ്ടമില്ല, ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അവർക്ക് സൗകര്യമുള്ള സമയത്ത് ഫില്ല് ചെയ്തിട്ട് അവരത് അയച്ചാൽ മതി. ഓക്കെ, അപ്പം വേറൊരു പ്രോബ്ലം അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് ഒരു പക്ഷേ അയക്കണം എന്നില്ല, അതൊരു ഡ്രോബാക്ക് ആണ്. എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകളും റൈറ്റ് ആയിട്ട് തന്നെ ആൻസേഴ്സ് അയക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതാണ് റോഡ് സൈഡ് ഇന്റർവ്യൂവിൽ വരുന്നത്. ഇനി അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ രീതിയിലായിരിക്കും. ഇതിലിപ്പോ നിങ്ങൾക്ക് അവിടെ ട്രാഫിക് സൈൻസ് ആണ് 1, 2, 3, 4 4 പോയിന്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇത് 1,
അതുപോലെ ഇത് 2, 3, 4 4 പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, ട്രാഫിക് സർവേ, അതായത് പ്ലീസ് സ്റ്റോപ്പ് ഇഫ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞൊരു സൈൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ട്രാഫിക് സർവേ നടക്കുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിഗ്നൽ അവിടെ കാണിക്കും. അതായത് അത് ആ സർവേ പോയിന്റിന് കുറെ മുമ്പായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വാഹനം യാത്ര ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു വാർണിംഗ് സിഗ്നൽ പോലെ അല്ലെങ്കിൽ ഒരു സിഗ്നൽ അവിടെ കാണിക്കും, സൈൻ കാണിക്കും, ഇങ്ങനെ സർവേ നടക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കും. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ നടക്കുന്ന പോയിന്റ് ഈ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെയാണ് ഇന്റർവ്യൂ നടക്കുക. അതിനുശേഷം ഉള്ള സൈൻ എന്ന് പറയുന്നത് താങ്ക് യു, അതായത് അവര് സർവേക്ക് സഹകരിച്ചതിന് താങ്ക് യു കാണിച്ചിട്ടുള്ള ഒരു സിഗ്നൽ ഈ 3 എന്ന് എഴുതിയ സ്ഥലത്ത് ഉണ്ടാവും. ഓക്കെ, അതുപോലെ റോഡിന്റെ അപ്പുറത്തെ സൈഡായിട്ട് ട്രാഫിക് സർവേ നടക്കുന്നുണ്ട്, ഡ്രൈവ് വിത്ത് എക്സ്ട്രാ കെയർ, ശ്രദ്ധിച്ചു പോകണം എന്നുള്ള രീതിയിലുള്ള ഒരു സിഗ്നലും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കും. അപ്പം 4 സൈൻസ് വെക്കും. ഒന്ന് ട്രാഫിക് സർവേ ഉണ്ട്, ആവശ്യപ്പെട്ടാൽ നിർത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു സൈൻ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു സൈൻ ഉണ്ടാവും. അതുപോലെ താങ്ക് യു കാണിച്ചുകൊണ്ട്, അതുപോലെ ട്രാഫിക് സർവേ നടക്കുന്നുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചു പോകണം എന്നുള്ള ഒരു ഇൻഫർമേഷനും അല്ലെങ്കിൽ ഒരു സൈനും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവും. ഓക്കെ, അതുപോലെ കുറച്ച് റെപ്രസെന്റേഷൻ എന്തൊക്കെയാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ ഐ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഇന്റർവ്യൂവർ ആണ്. അപ്പൊ ഇന്റർവ്യൂവർ ഉണ്ടാവുക ഇവിടെ ഈ ഒരു സ്ഥലത്താ, അതായത് എവിടെയാണോ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നത്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെയാണ് ഇന്റർവ്യൂവർ ഉണ്ടാവുക. അപ്പൊ അതവിടെ ഐ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അടുത്ത പി, പോലീസ്മാൻ ഉണ്ടാവും. പോലീസ്മാൻ എന്തിനാന്ന് പറഞ്ഞാൽ കറക്റ്റ് ട്രാഫിക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലൂടെ വെഹിക്കിൾ ഇങ്ങനെ വന്ന് ഇവിടെ നമ്മൾ കാണുന്ന എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ അവിടെ നിന്നാണ് ട്രാഫിക് സാമ്പിൾ ചെയ്യുന്നത്. അതായത് എല്ലാ വെഹിക്കിൾസും ഇന്റർവ്യൂവിന് വേണ്ടി അയക്കില്ല. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിനെ ഈ സൈഡിൽ കൂടെ ഈ ഒരു ലൈനിലൂടെ വിടും, അല്ലാത്ത വെഹിക്കിൾസിനെ ഇതിന്റെ റൈറ്റ് സൈഡിലൂടെ പാസ് ചെയ്ത് പോകാൻ അലോ ചെയ്യും. ഇപ്പൊ എല്ലാ വെഹിക്കിൾസും ഇല്ല, ഓരോ വെഹിക്കിൾസ് വരുന്നതിനനുസരിച്ച് അവർ ഇന്റർവ്യൂ കഴിഞ്ഞ് നെക്സ്റ്റ് വെഹിക്കിൾസിനെ അയക്കും. അങ്ങനെ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ പോലീസ് ഉണ്ടാവും. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ നിന്നാണ് ട്രാഫിക് സാമ്പിൾ ചെയ്യുന്നത്. ഏതിനെ സർവേയിലേക്ക് അയക്കണം, ഏതിനെ സർവേ ചെയ്യാതെ അയക്കണം എന്നുള്ളത് ഇവിടെ നിന്നാണ് സാമ്പിൾ ചെയ്യുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോലീസ്മാൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ട്രാഫിക് ശ്രദ്ധിക്കാൻ, ഡൈവേർട്ട് ചെയ്ത് വിടാൻ, അതുപോലെ അവിടെ ഒന്നും ലൈൻ തെറ്റിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അവിടെ ഉണ്ടാവും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡോട്ടഡ് ലൈനിൽ ട്രാഫിക് കോൺസ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ റോഡിലൊക്കെ പണിയൊക്കെ നടക്കുമ്പോൾ റെഡും വൈറ്റും കളറിൽ ഇങ്ങനെ ഒരു കോൺ പോലെ ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്ന കാണാം, അതിലേക്ക് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓറഞ്ച്, വൈറ്റ്, റെഡ് പോലത്തെ കളർ വെച്ചിട്ട് ഉള്ള ഒരു കോൺ, ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉള്ള ഒരു 3D ആയിട്ടുള്ള അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു സാധനം. അതായത് ആ ഒരു ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ആ ലൈൻ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അത് ഇവിടം തൊട്ടേ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതായത് ഈ ഒരു ലൈൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയും വെച്ചിട്ടുണ്ടാവും, ഈ ഒരു പോയിന്റിൽ, ഇന്റർവ്യൂ നടക്കുന്ന പോയിന്റിൽ. അപ്പൊ ഇന്റർവ്യൂവിനേക്ക് സെലക്ട് ചെയ്ത് സാമ്പിൾ ചെയ്ത് വിടുന്ന വെഹിക്കിള് ഈ സൈഡിൽ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തും. അതായത് ഇന്റർവ്യൂ സാമ്പിൾ സെലക്ട് ചെയ്യാത്ത വെഹിക്കിള് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ടെമ്പററി റോഡ് സൈൻ, അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. 1, 2, 3 പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സൈൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ 4, ഈ 4 പോയിന്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ടെമ്പററി റോഡ് സൈൻസ് ആണ് ഈ ഫിഗറിൽ ഈ രീതിയിൽ കാണിച്ചിരിക്കുന്നത്, സിംബലൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു റെക്ടാങ്കുലർ ആയിട്ട് വെഹിക്കിൾ ഇന്റർവ്യൂ ബേ ആണ് കാണിച്ചിരിക്കുന്നത്, ഇവിടെയാണ് ഇന്റർവ്യൂ നടക്കുക എന്നുള്ളത് കാണിച്ചു. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന ലൈൻ അറ്റ് വിച്ച് ട്രാഫിക് സാമ്പിൾ ചെയ്യുന്ന സ്ഥലം. അപ്പൊ ഈ രീതിയിലാണ് റോഡ് സൈഡ് ഇന്റർവ്യൂ സർവേ നടക്കുന്നത്. Fifth one, postcard questionnaire. In this method, reply paid questionnaires are handed over to each of the drivers or a sample of them at survey point and requesting them to complete the information and return it by post. അപ്പം ഈ ഒരു മെത്തേഡിൽ സർവേ ചെയ്യുന്ന പോയിന്റ്സിൽ ഓൾറെഡി ഈ റിപ്ലൈക്ക് പെയ്ഡ് ആയിട്ടുള്ള, ഓൾറെഡി സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് റിപ്ലൈക്ക് പേയ്മെന്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം അവരോട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവരെ വഴിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള സമയനഷ്ടം അവിടെ വരുന്നില്ല. ഓക്കെ, അവർക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ഫില്ല് ചെയ്തിട്ട് അയക്കാനായിട്ട് സാധിക്കും. ദിസ് മെത്തേഡ് അവോയ്ഡ്സ് ഡിലേ കോസ്റ്റ് ടു ദ ഡ്രൈവേഴ്സ് ബൈ ഡയറക്റ്റ് റോഡ് സൈഡ് ഇന്റർവ്യൂ മെത്തേഡ്.
ഇറ്റ് ഈസ് നോട്ട് ജനറലി റെക്കമെൻഡഡ് ഫോർ ഡെവലപ്പിംഗ് കൺട്രി ബിക്കോസ് ഓഫ് ബാഡ് റെസ്പോൺസ്. അപ്പൊ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ അധികവും ഇത് അഡോപ്റ്റ് ചെയ്യാറില്ല, കാരണം ആളുകളുടെ റെസ്പോൺസ് ഒരുപക്ഷെ മോശമായിരിക്കും. എല്ലാവരും അത് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പം കറക്റ്റ് ആയിട്ടായിരിക്കണം എന്നില്ല, ചിലപ്പോൾ അത് മോശമായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ അങ്ങനെ അഡോപ്റ്റ് ചെയ്യാറില്ല, ഇതിന്റെ റെസ്പോൺസ് അത്ര നല്ലതല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇനി 6th വൺ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് സർവേസ്. അപ്പൊ നമ്പർ പ്ലേറ്റ് ബേസ് ചെയ്തിട്ടുള്ള സർവേസ് ആണ്. ഓക്കെ, ദിസ് സർവേ കൺസിസ്റ്റ് ഓഫ് നോട്ടിംഗ് ഡൗൺ ദ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് വെഹിക്കിൾ എൻട്രിങ് ഓർ ലീവിംഗ് ആൻ ഏരിയ അറ്റ് സർവേ പോയിന്റ്സ് ലൊക്കേറ്റഡ് ഓൺ കോഡ് ഓൺലൈൻ. അപ്പോൾ കോഡ് ഓൺലൈൻസിൽ സർവേ പോയിന്റ്സ് ഉണ്ടാവും, ഒരു എൻട്രി പോയിന്റ് ഉണ്ടാവും, ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് ഒരു വെഹിക്കിള് ഈ സർവേ പോയിന്റിലൂടെ എൻട്രി ചെയ്യുമ്പോൾ, ഓക്കെ, കോഡ് ഓൺലൈൻ ത്രൂ അത് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ എക്സിറ്റ് പോയിന്റ് ഉണ്ടാവും, ആ എക്സിറ്റ് പോയിന്റിലൂടെ ഇറങ്ങി പോകുന്ന വെഹിക്കിൾസിന്റെ നമ്പേഴ്സ് നോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിൽ സർവേ പോയിന്റ്സ് കോഡ് ഓൺ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യും. അറ്റ് ദ എൻട്രി ആൻഡ് എക്സിറ്റ് 2 പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്യും, എൻട്രിയും എക്സിറ്റും ഡിറ്റർമിൻ ചെയ്തിട്ട് അവിടുന്ന് എൻട്രി ചെയ്യുന്നതും അതുപോലെ തന്നെ ആ കറസ്പോണ്ടിങ് പോയിന്റിലൂടെ എക്സിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വെഹിക്കിൾസിന്റെ നമ്പേഴ്സ് നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ മാച്ചിങ് ദ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് വെഹിക്കിൾസ് അറ്റ് ദ പോയിന്റ്സ് ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഫ്രം ദ ഏരിയ, വൺ ഈസ് എനേബിൾ ടു ഐഡന്റിഫൈ 2 പോയിന്റ്സ് ഓൺ ദ പാത്ത് ഓഫ് ദ വെഹിക്കിൾ. അതിനുശേഷം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ എൻട്രി ചെയ്തിട്ടുള്ള വെഹിക്കിൾസിന്റെ നമ്പേഴ്സും അതുപോലെ തന്നെ എക്സിറ്റ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിറ്റ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിന്റെ നമ്പേഴ്സും രജിസ്ട്രേഷൻ നമ്പേഴ്സും തമ്മിൽ ചെക്ക് ചെയ്യും. ഓക്കെ, മാച്ച് ചെയ്യും. മാച്ച് ചെയ്തിട്ട് എൻട്രിയിലും ആ വെഹിക്കിൾ നമ്പർ വന്നു, എക്സിറ്റിൽ ആ വെഹിക്കിൾ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ആ വെഹിക്കിളിന്റെ യാത്രയിലുള്ള 2 പോയിന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, അല്ലെ? അതായത് ആ വെഹിക്കിൾ ഇതിലൂടെ എൻട്രി ചെയ്തില്ലേ പോകുന്നുണ്ട്, അപ്പൊ ഈ ഒരു പോയിന്റ്സ് ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്, ആ പാത്തിലുള്ള 2 പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റി. ചിലപ്പോൾ ആ ലൈനിലൂടെ എൻട്രി ചെയ്തിട്ട് ആ സ്റ്റഡി ഏരിയയിലുള്ള ഏതെങ്കിലും സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അത് എക്സിറ്റിൽ ആ വെഹിക്കിൾ നമ്പർ ഉണ്ടാവില്ല. അതായത് ആ ഒരു സ്റ്റഡി ഏരിയയിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ഉണ്ടെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനാണ് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് സർവീസ് ചെയ്യാറ്. The method neither gives the origin or destination of the trip nor yields any other useful information such as trip purpose. അപ്പോൾ ഇത് നമ്മൾ വെഹിക്കിൾ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. വെഹിക്കിൾ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഇന്റർവ്യൂർ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും, ആ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്യും, അതുപോലെ എക്സിറ്റ് ആകുമ്പോഴും ആ നമ്പർ നോട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാത്തത് കൊണ്ട് ഓക്കെ, വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ അകത്ത് അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ജസ്റ്റ് അതിൽ എൻട്രി ചെയ്യുന്നതും എക്സിറ്റ് ആവുന്ന ആ ഒരു ഡീറ്റെയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒന്നും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടില്ല. അവരുടെ ട്രിപ്പ് പേർപ്പസ് എന്താണ്, എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കിട്ടില്ല. അതായത് ഒരു 2 പോയിന്റ്സ്, ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അതായത് എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ആ സ്റ്റഡി ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാവാം. അതുപോലെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the work does not interfere with the traffic in any way. അതായത് ട്രാഫിക്കിനെ എവിടെയും തടസ്സപ്പെടുത്തുന്നില്ല. ഓക്കെ, a large number of observers are needed and the analysis of the results can be complicated. അപ്പം ഈ ഒരു മെത്തേഡിൽ ഒരുപാട് ഒബ്സർവേഴ്സ് വേണം ഇത് നോക്കാൻ വേണ്ടി. നമ്പർ പ്ലേറ്റ്സ് അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് നമ്പർ കളക്ട് ചെയ്യാൻ ഒരുപാട് ഒബ്സർവേഴ്സ് വേണം. അതുപോലെ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാനും കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ഒരു മെത്തേഡ് ഓഫ് സർവേയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് സർവേ, ടാഗ്സ് ഓൺ വെഹിക്കിൾ. ടാഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളം, ഇപ്പൊ റിബൺ പോലെയോ അല്ലെങ്കിൽ ഡിഫറെന്റ് കളേഴ്സുള്ള ടാഗ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, വെഹിക്കിളിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ടാഗ് യൂസ് ചെയ്യാണ്. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് പറയാം. ഇൻ ദിസ് മെത്തേഡ് അറ്റ് ഈച്ച് സർവേ പോയിന്റ് വേർ ദ റോഡ് ക്രോസ് ദ കോഡ് ഓൺ ലൈൻ വെഹിക്കിൾസ് ആർ സ്റ്റോപ്ഡ് ആൻഡ് ടാഗ് ഈസ് അഫിക്സ്ഡ് യൂഷ്വലി അണ്ടർ എ വിൻസ്ക്രീൻ വൈപ്പർ. അപ്പം കോഡ് ഓൺ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് സർവേ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലെ പാസ് ചെയ്യുന്ന വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ടാഗ്സ് ഫിക്സ് ചെയ്യും. അതായത് ഇപ്പം കളേർഡ് ആയിട്ടുള്ളതാവാം, പല കളേഴ്സിലുള്ളതാവാം, എന്തെങ്കിലും ടാഗ്സ് ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ വണ്ടിയുടെ വൈപ്പർ സ്ക്രീനിന്റെ താഴെയായിട്ടും ഒക്കെ അത് ഫിക്സ് ചെയ്ത് വെക്കും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ കളറിലായിരിക്കും അത് ഉണ്ടാവുക, അത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾസിനെ ട്രാവൽ ചെയ്യാൻ വിടും. അതായത് വേറെ ചോദ്യങ്ങളൊന്നും അവരായിട്ട് ചോദിക്കില്ല. ഇപ്പോൾ ആ ഒരു ടാഗിന്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോട്ട് ചെയ്യാം. അതായത് എപ്പോഴാണ് ഇത് ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുള്ളത് ആ ടൈം നോട്ട് ചെയ്യും.
അപ്പൊ ആ ടൈം നോട്ട് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പിന്നീട് എത്ര ടൈം എടുത്തു യാത്ര ചെയ്യാനുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. അതായത് അതിന്റെ എക്സിറ്റ് പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ ഈ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞു, അതായത് ഓരോ സ്റ്റേഷനും, അതായത് സർവേ സ്റ്റേഷനും ഓരോ കളേഴ്സ് ആയിരിക്കും അലോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ എൻട്രി ചെയ്യുന്ന വെഹിക്കിൾ ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സർവേ ചെയ്യുന്ന ആളുകൾ ഒട്ടിക്കുന്ന കളർ ഒരു റെഡ് കളർ ആണെങ്കിൽ, വേറെ ഒരു പോയിന്റിലൂടെ എൻട്രി ചെയ്യുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ അവർ ഒട്ടിക്കുന്ന കളർ വേറെ ആയിരിക്കും, ചിലപ്പം ബ്ലൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെ സർവേ പോയിന്റ്സിൽ ഏതൊക്കെ കളറാണ് അലോട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഏത് സർവേ പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടാണ് ഈ വെഹിക്കിൾ വരുന്നതെന്നുള്ളത് ആ കളർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ദ ടാഗ്സ് ഫോർ ഡിഫറെന്റ് സർവേ സ്റ്റേഷൻ ഹാവ് ഡിഫറെന്റ് കളേഴ്സ് ഓർ ഷേപ്പ്. ഡിഫറെന്റ് കളേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഡിഫറെന്റ് ഷേപ്പ് ആവാം. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഏത് സർവേ സ്റ്റേഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ വെഹിക്കിൾസ് ആർ സ്റ്റോപ്ഡ് അഗൈൻ അറ്റ് ദ എക്സിറ്റ് പോയിന്റ്സ് വേർ ദ ടാഗ്സ് ആർ റിമൂവ്. അപ്പൊ എക്സിറ്റ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യും, ആ ടാഗ് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ആ ടാഗിൽ ഞാൻ പറഞ്ഞു ആ സർവേ പോയിന്റിൽ എൻട്രി ചെയ്യുന്ന ടൈം നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ ആ ടാഗിൽ ലീവ് ചെയ്യുന്ന ആ ടൈമും നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് യാത്രയ്ക്ക് എടുത്ത ടൈം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, the times of entering and leaving the area may be marked on the tags in order to enable the journey times to be determined. അപ്പോൾ ആ ജേണിക്ക് എടുത്ത യാത്ര സമയം അല്ലെ, അല്ലെങ്കിൽ ജേണിക്ക് എടുത്ത ആ ഒരു ടൈം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എൻട്രി ചെയ്യുമ്പോൾ അതിൽ ടൈം എൻറ്റർ ചെയ്തിട്ട് ആ ടാഗ് വിൻസ്ക്രീൻ വൈപ്പറിന്റെ അടിയിലായിട്ടോ അല്ലെങ്കിൽ കാണുന്ന രീതിയിൽ അവിടെ ഫിക്സ് ചെയ്യും. എന്നാൽ ആ എക്സിറ്റ് പോയിന്റിന്റെ അവിടുന്ന് ആ ടാഗ് റിമൂവ് ചെയ്തിട്ട് ആ ടാഗിൽ എക്സിറ്റ് ടൈമും കൂടി നോട്ട് ചെയ്തിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് യാത്ര ചെയ്യാൻ എത്ര ടൈം എടുത്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് ഏകദേശം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു സർവേ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇതിലൂടെ പാസ് ചെയ്യുന്ന വെഹിക്കിൾസിന്റെ നമ്പേഴ്സ് ഇതുവഴി ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം പല സർവേ പോയിന്റ്സിനും പല കളേഴ്സ് അല്ലെങ്കിൽ ഷേപ്പിലായിരിക്കും. അപ്പൊ ഏത് പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇതിലൂടെ പാസ് ചെയ്യുന്നത്, അതായത് 2 പോയിന്റ്സ് അതിന്റെ ട്രാവലിൽ വരുന്ന 2 പോയിന്റ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ട്രാവൽ ടൈമും നമുക്ക് ഇതിന്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇപ്പം ബസ്സുകളിലോ അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിൽ ഓക്കെ സർവേ ചെയ്യുന്നതാണ്. ഇൻ ഓർഡർ ടു അസസ് ദ നമ്പർ ഓഫ് ബസ് പാസഞ്ചേഴ്സ് പാസിംഗ് ത്രൂ ആൻ എക്സ്റ്റേണൽ കോഡൺ, the survey can be conducted directly by interview or by issuing postcard questionnaires to the passengers. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ആണെങ്കിൽ അവരുടെ അടുത്ത് ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പോസ്റ്റ് കാർഡ് കൊടുത്തിട്ടോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഡയറക്റ്റ് ഇന്റർവ്യൂ is likely to result in large delays and requires a large number of interviews. In order to minimize the delays, the interviewer may enter the vehicle and carry out the interviews when the vehicle is in motion. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ധാരാളമായിട്ട് സമയം അതിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നോർമലി ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവേ ചെയ്യുന്ന സമയത്ത് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് നടത്താറില്ല. ഈ ഇന്റർവ്യൂവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ യാത്രയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് കാർഡ് ക്വസ്റ്റ്യനേഴ്സ് കൊടുക്കാറുണ്ട്. ഓക്കെ, അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഡിലേസ് ഒഴിവാക്കാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് കൂടുതൽ ഇന്റർവ്യൂ ചെയ്ത് സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്റർവ്യൂവിൽ വരുന്ന ആ ടൈം വേസ്റ്റ്, കാരണം ബസ്സിലൊക്കെ ആകുമ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ടാവും. അപ്പം അവരെ എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി നമ്മൾ പോസ്റ്റ് കാർഡ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞതുപോലെ എല്ലാവരും അതിൽ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. പോസ്റ്റ് കാർഡ് നമുക്ക് തിരിച്ചയക്കണം എന്നില്ല. അതുപോലെ തന്നെ ചിലപ്പം ബാഡ് ആയിട്ടുള്ള റെസ്പോൺസ് തരാം. അത് മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാർ മാത്രമായിരിക്കാം റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ചിലപ്പം കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുങ്ങി പോവാം. അതായത് ആ ഫുൾ പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഒരു പക്ഷേ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ചെയ്യുന്നത് ഇത്രയാണ്. ഈ ബസ്സിൽ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ എൻട്രി ചെയ്തിട്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ആ വെഹിക്കിളിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ അവരോട് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് കൊടുത്തിട്ടും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഡാറ്റ ഷീറ്റ് ഇതാണ്. അപ്പൊ എങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡാറ്റ ഷീറ്റ്. അപ്പൊ അതിൽ വെഹിക്കിൾ ടൈപ്പ്, രജിസ്ട്രേഷൻ നമ്പർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓണർ ഓഫ് ദ വെഹിക്കിൾ, ഡേറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് അവർ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത്. അതായത് ഇപ്പം ബസ്സിൽ പല സ്റ്റേജസ് ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ
കുറ്റ്യാടി ടു കോഴിക്കോട് പോകുന്ന ബസ്സാണെങ്കിൽ കുറച്ച് ആളുകൾ കുറ്റ്യാടിയിൽ നിന്ന് കയറുന്നതുണ്ടാവും, കുറച്ച് ആളുകൾ പേരാമ്പ്രയിൽ നിന്നായിരിക്കും കയറുന്നത്, കുറച്ച് ആളുകൾ ഉള്ളേരിയിൽ നിന്നായിരിക്കും. അതായത് ഏതാണോ കറസ്പോണ്ടിങ് സ്റ്റേഷൻ, എവിടെ നിന്നാണോ അവർ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കറിയാം ബസ്സിലൊക്കെ പല സ്റ്റേഷൻസ് ഉണ്ട്, സ്റ്റേജുകളുണ്ട് അല്ലെ. സ്റ്റേജുകൾക്കനുസരിച്ചിട്ടാണ് പൈസയൊക്കെ ബസ്സിലെ ടിക്കറ്റിന്റെ ചാർജ് ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ സ്റ്റേജ് അടിസ്ഥാനത്തിൽ ഏത് സ്റ്റേജിൽ നിന്നാണ് അവർ എൻട്രി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അവർ എൻട്രി ചെയ്തിരിക്കുന്നത്, അതാണ് ഒറിജിൻ വരിക. ഏത് ബസ് സ്റ്റോപ്പിലാണ് അവർ ഇറങ്ങുന്നത്, അതാണ് ഡെസ്റ്റിനേഷൻ വരിക. ഏത് സമയത്താണ് അവർ ആ ഒരു ബസ്സിൽ കയറിയത്, അതാണ് ടൈം ഓഫ് സ്റ്റാർട്ട് വരിക. അതുപോലെ എവിടെയാണ് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്ന ഏത് ടൈമാണ്, അതാണ് ടൈം ഓഫ് ഫിനിഷ് വരിക. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ആണ് ഇതിൽ കയറിയിട്ടുള്ളത്, അവർ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, ഒഫീഷ്യൽ ആവാം, സ്റ്റുഡൻസ് ആവാം, ഓൾഡ് ഏജ് ആവാം, അങ്ങനെ ഏത് കാറ്റഗറീസ് ആണ് വരുന്നത് എന്നുള്ളതും ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ട്രീറ്റ് ഈച്ച് ടിക്കറ്റിംഗ് സ്റ്റേജ് ഓർ ട്രീറ്റ് ഈച്ച് ടിക്കറ്റിംഗ് സ്റ്റേജ് ആസ് ഒറിജിൻ ഓർ ഡെസ്റ്റിനേഷൻ. ആ ടിക്കറ്റിംഗ് സ്റ്റേജ് ആണ് ഒറിജിൻ ആയിട്ടും ഡെസ്റ്റിനേഷൻ ആയിട്ടും ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ആളുകൾ എത്രയുണ്ട്, ഏത് ടൈപ്പ് പാസഞ്ചേഴ്സ് ആണ്, എത്ര ടൈമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സർവേന്ന് കിട്ടും. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് സർവേസ്. 8 ടൈപ്പ് സർവേസ് നമ്മൾ നോക്കി. നമ്മൾ കളക്ട് ചെയ്യുന്ന സോഴ്സസ് നോക്കി. സോഴ്സ് നമ്മൾ ഒന്ന് വീടുകളിൽ നിന്നാണ്, ഒന്ന് യാത്രാ മധ്യേയാണ്, അതുപോലെ ഡെസ്റ്റിനേഷൻസിലാണ് സർവേസ് നടത്തുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവേസും നമ്മളിപ്പോ ഇവിടെ നോക്കിയിട്ടുണ്ട്.